കോൺഗ്രസിൻ്റെ DCC മെമ്പറാണ്. ഇവിടെ ഒരു ശക്തമായിട്ടുള്ളൊരു മത്സരമാണ് ഈ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലുള്ളത്. 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഗുരുവായൂരിന് ഒരു UDFൻ്റെ MLA എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ ഇലക്ഷൻ എങ്ങനെ നോക്കിക്കാണുന്നത്? അപ്പോൾ 100% ഞങ്ങൾ UDF ജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ ഉറപ്പ് പറയുന്നത് ഞങ്ങൾക്ക് UDFന് ഇപ്രാവശ്യം UDF തന്നെയാണ് ഭരിക്കുമെന്നാണ് ഞങ്ങൾ ഉറപ്പ് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ത്രിതല പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ഈ 2 മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തും അല്ലേ, ഇതിൽ ആർക്കായിരുന്നു മേൽക്കോയ്മ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? മേൽക്കോയ്മ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷത്തിൻ്റെ ആണ് ഉള്ളത്. 2 മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ചെറിയ ഭൂരിപക്ഷത്തിന് ഏങ്ങണ്ടിയിൽ പഞ്ചായത്ത് LDFൻ്റെ കയ്യിലാണ്. മറ്റെല്ലാ പഞ്ചായത്തുകളും UDFൻ്റെ കയ്യിലാണ്. അപ്പോൾ 5 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയും 1 പഞ്ചായത്തും 5 പഞ്ചായത്ത് UDFൻ്റെ അടുത്ത്, 2 മുനിസിപ്പാലിറ്റി LDFൻ്റെ അടുത്ത്, 1 പഞ്ചായത്ത് LDFൻ്റെ അടുത്ത്. അതെ. ഈ പഞ്ചായത്തുകളായി മുനിസിപ്പാലിറ്റി, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ ചാവക്കാട് മുനിസിപ്പാലിറ്റി, ഈ LDFൻ്റെ അടുത്തുള്ള പഞ്ചായത്ത്, അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കോയ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? മേൽക്കോയ്മ ഉണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ജനം അത്ര വെറുത്ത് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. LDF ഭരണത്തെ ജനം വെറുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് കൂടുതലായിട്ടും അത് UDFന് തന്നെയാണ് ഗുണം ചെയ്യുക. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം ചെയ്യുക UDF തന്നെയാണ്. സാധാരണക്കാർ UDF വരണം എന്നാണ് സാധാരണക്കാർ ഉദ്ദേശിക്കുന്നത്. UDFനാണ് ഗുണം ചെയ്യുക. നമ്മുടെ ഈ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ശ്രീ ഗോപാലകൃഷ്ണൻ നടത്തിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇതുവരെ ഒരു മുസ്ലിം MLA മാരില്ല. എന്നിരുന്നാലും അയാൾ എന്തിനടിസ്ഥാനത്തിൽ പറഞ്ഞത് ഇവിടുത്തെ ആദ്യത്തെ MLA തന്നെ ഒരു ഹിന്ദുവാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഇതിൽ BJPക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവിടെ വിദ്യാസമ്പന്നരായ ജനമാണുള്ളത്. അവിടെ ജാതി പറഞ്ഞാലൊന്നും ഒരിക്കലും വിജയിക്കില്ല. കാരണം ഇവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ലല്ലോ ജനം ജീവിക്കുന്നത്. എല്ലാവർക്കും ഓരോ ജാതി ഉണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാ ജാതിക്കാരും ഒരേപോലെ ഒരേ മനസ്സോട് ജീവിക്കുന്നതാണ് കേരളം. അവിടെ ജാതി പറഞ്ഞിട്ട് ഒരു പാർട്ടിക്കും ജയിക്കാൻ കഴിയില്ല. ജാതി അല്ലെങ്കിലും തന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു മതേതര രാജ്യമല്ലേ, ഇവിടെ എങ്ങനെ ജാതി പറയുക? അദ്ദേഹം അങ്ങനെ ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്ന അവിടെ ഒരു ഹിന്ദു MLA വേണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് തെറ്റ് തന്നെയല്ലേ. അദ്ദേഹം ഒരു ജാതിയല്ലേ പറഞ്ഞത്. ഗുരുവായൂർ അമ്പലം, മണത്തല പള്ളി, പാലിയൂർ പള്ളി, അങ്ങനെ ഒരുപാട് എല്ലാ മതക്കാർക്കും ഉണ്ട്. പക്ഷെ അവിടെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ഹിന്ദു തന്നെ വേണമെന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം ഗുരുവായൂരപ്പൻ്റെ ഹിന്ദു വിശ്വാസികളുണ്ടെങ്കിലും അതുപോലെ പല ജാതിയിലും വിശ്വാസികളുണ്ടാവും. എല്ലാവരും മതേതര വിശ്വാസികളാകുമ്പോൾ ഈ മതത്തിൻ്റെതായാലും മറ്റൊരു മതത്തിൻ്റെതായാലും എല്ലാവരും ഒരുപോലെ കൊണ്ടാടും. ഇപ്പോൾ വിഷു ആയാലും ഓണായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാ ജാതിക്കാരും ഒരുപോലെ കൊണ്ടാടുന്നതാണ്. അവിടെ ജാതീയമായി വേർതിരിവില്ല. UDFന് തീരെയില്ല. ഞങ്ങൾ ജാതീയമായി വേർതിരിവിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളാണ് UDF. വിജയിക്കുമെന്ന് പറഞ്ഞല്ലോ, റഷീദ് വിജയിക്കുമെന്ന് പറഞ്ഞു. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്? ഞങ്ങളെ കാഴ്ചപ്പാടിൽ ആളൊരു 5000-3000 ഉള്ളിൽ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.